ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സുഗ്രീവൻ പറഞ്ഞു, ഹേ നികുംഭാഗ്രജ, അങ്ങയുടെ വീര്യവും വിക്രമവും ബാണവേഗവും അത്ഭുതം തന്നെയാണ്. പ്രഭവവും സൗഹൃദവും രാവണതുല്യമായി തന്നെയുണ്ട്. പ്രഹ്ലാദൻ, മഹാബലി, ദേവേന്ദ്രൻ, കുബേരൻ, വരുണൻ എന്നിവർക്ക് തുല്യനാണ്. അങ്ങ് ഒരാൾ മാത്രമാണ് പിതാവിന് തുല്യമായിട്ടുള്ളവൻ. മഹാബാഹുവായ അങ്ങ് വില്ലെടുത്താൽ ദുഃഖങ്ങൾ മഹർഷിമാരെ പോലെ ദേവന്മാർ അടുക്കുകയില്ല. മഹാബുദ്ധിമാനായ വീര, യുദ്ധം ചെയ്യൂ. പഠിച്ചിടത്തോളം പയറ്റുകൾ ഞാനുമൊന്ന് കാണട്ടെ. അങ്ങയുടെ വല്യച്ഛൻ അത്യുഗ്ര വരപ്രാപ്തി കൊണ്ടാണ് ദേവന്മാരെയും ദൈത്യന്മാരെയും വിജയിച്ചത്. അച്ഛൻ കുംഭകർണൻ കയ്യൂക്കുകൊണ്ട് തന്നെ അവരെ തോൽപ്പിച്ചു. അസ്ത്രപ്രയോഗത്തിൽ ഇന്ദ്രജിത്തിന് തുല്യനും പ്രതാപത്തിൽ രാവണ തുല്യനുമായ അങ്ങ് ബലവീര്യാദികളിൽ അരക്കന്മാരിൽ മികച്ചവനാണ്, സംശയമില്ല. എന്നാൽ ഇന്ന് ശംഭരനും ഇന്ദ്രനെന്ന പോലെ അങ്ങ് എന്നോട് ഏറ്റുമുട്ടുമെന്ന അത്ഭുത യുദ്ധം ലോകം കാണട്ടെ. അതുല്യങ്ങളായ കൃത്യങ്ങൾ അങ്ങ് ചെയ്തു. അസ്ത്രപ്രയോഗ സാമർഥ്യം വ്യക്തമാക്കി കഴിഞ്ഞു. ഭീമ ബലവിക്രമികളായ കവീന്ദ്രന്മാരെ വീഴിച്ചു. ചീത്തപ്പേരിലുള്ള പേടി കൊണ്ടാണ് ഞാൻ അങ്ങയെ നിഗ്രഹിക്കാത്തത്. അങ്ങ് തളർന്നിരിക്കുന്നു, ക്ഷീണം തീർക്കൂ. അതിനുശേഷം എൻ്റെ ബലവും യുദ്ധസാമർഥ്യവും കാണാം. സുഗ്രീവൻ്റെ അപമാനജനകമായ വാക്കുകൾ കേട്ട കുംഭന് അഗ്നികുണ്ഡത്തിൽ നെയ്യൊഴിക്കുന്നത് പോലെ തേജസ്സൊന്നാളെ കത്തി. പെട്ടെന്ന് ഓടിച്ചെന്ന് രണ്ടു കൈകൾ കൊണ്ടും വാനരനാഥനെ കെട്ടിപ്പിടിച്ചു. മതമാർന്ന ആനകളെപ്പോലെ രണ്ടുപേരും നേരിട്ടു. കിതപ്പ് തുടങ്ങി. ശരീരങ്ങൾ കൂട്ടിച്ചേർത്തതുപോലെയായി. ഉത്തരക്ഷണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വാട്ടം തട്ടിയ അവരുടെ വായിൽ നിന്ന് പുകയും ജ്വാലയും പുറപ്പെട്ടു. കാൽ ചവിട്ടുകൊണ്ട് ആ പ്രദേശം തന്നെ കീഴ്പോട്ടമർന്നു. അലകടൽ ആർത്തിരമ്പി കലങ്ങി. സുഗ്രീവൻ കുംഭനെ പെട്ടെന്നെടുത്ത് ലവണാംബുതി മധ്യത്തിലേക്ക് എറിഞ്ഞു. കപീന്ദ്രൻ്റെ കൈ കരുത്തുകൊണ്ട് കുംഭൻ കടലിനടി വരെ എത്തി. വിന്ധ്യമന്ധര പർവ്വത തുല്യം കുംഭൻ വീണപ്പോൾ കടൽ വേലിയേറ്റത്തേക്കാൾ അധികം ശക്തിയിൽ നാല് പുറവും കയറിപ്പരന്നു. കുംഭൻ കരയ്ക്കു കയറി പൂർവാധികം കോപിഷ്ഠനായി സുഗ്രീവനോടടുത്തു. വജ്രതുല്യമായ മുഷ്ടി കൊണ്ട് നെഞ്ചത്ത് ആഞ്ഞൊന്നടിച്ചു. തോൽ പൊളിഞ്ഞ് ശക്തിയിൽ ചെന്നിണം പ്രവഹിച്ചു. എല്ലിൽ തട്ടിയ കൈ പിന്നോക്കം ഒഴിഞ്ഞു. വജ്രപാതമേറ്റ മേരുപർവ്വതത്തിൽ നിന്ന് തീജ്വാല പോലെ ആ ഇടികൊണ്ട സുഗ്രീവൻ അവർണ്ണനീയമായ തേജസ്സിൽ ആവൃതനായി തീരുകയാണുണ്ടായത്. വജ്രതുല്യമായ മുഷ്ടി ആയിരം രശ്മികളാർന്ന സൂര്യനെ പോലെ ജ്വലിക്കുന്ന മുഷ്ടി വീര്യപരാക്രമികളായ കുംഭന്റെ മാറിൽ സൂര്യതനയൻ സുഗ്രീവൻ പതിപ്പിച്ചു. കപീശ്വരന്റെ ഇടികൊണ്ട രാക്ഷസേന്ദ്രൻ പെട്ടെന്ന് വീണു. പരിപൂർണ രശ്മി സഞ്ചയത്തോടെ ചൊവ്വാഗ്രഹം അമ്പരത്തിൽ നിന്ന് താഴെ പതിച്ചതുപോലെ കുംഭൻ പതിച്ചു. വാനരരാജ സുഗ്രീവന്റെ മുഷ്ടി കൊണ്ട് ചതന്ന വക്ഷസോടെ വീഴുന്ന കുംഭകർണസൂതന്റെ ശരീരം രുദ്രനാൽ വീഴ്ത്തപ്പെട്ട ആദിത്യബിംബം പോലെ കാണുമാറായി. വാനര പ്രമുഖന്മാരിൽ വ്യാഘ്രതുല്യനായ കപീന്ദ്രൻ അചിന്ത്യബല പരാക്രമമാർന്ന സുഗ്രീവൻ ദ്വന്ദ്വയുദ്ധത്തിൽ അമേയ വിദഗ്ധനായ കുമാരനെ നിഗ്രഹിച്ചപ്പോൾ മഹാടവികളോട് കൂടിയ മഹീതലം തന്നെ ഒന്ന് കുലുങ്ങി. മായാവികളും മഹാബല പരാക്രമികളുമായ നിശാചര പടകൾക്ക് ഒതുങ്ങാത്ത ഉൾഭയവും വളർന്നു. ജ്യേഷ്ഠനായ കുംഭനെ സുഗ്രീവൻ വീഴ്ത്തിയതു കണ്ട നികുംബൻ കവികളെ ചെന്തിപാറുന്ന കണ്ണുകളാൽ ഒന്ന് നോക്കി. ചുട്ടെരിക്കത്തക്ക ശക്തിയുള്ളതായിരുന്നു ആ നോട്ടം. മഹാവീരനായ അവൻ പൂമാലകൾ അണിഞ്ഞതും 5 വിരൽ കൊണ്ട് മുറുകെ പിടിച്ചതും മഹേന്ദ്ര ശൃംഗ തുല്യവുമായ പരിശുദ്ധ പരിഗമേന്തി പൊൻപോളകൾ അണിഞ്ഞിട്ടുണ്ട്. പവിഴം, വജ്രക്കല്ല് തുടങ്ങിയവ പതിച്ചിരുന്നു. യമദണ്ഡ തുല്യമാണ്. അരക്കന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന ഇന്ദ്രധ്വജ തുല്യമായ പരിഗത്തെ ആ ഭീമവിക്രൻ ചുഴറ്റി. ഗഹ്വരം പോലെയുള്ള വക്ത്രം പിളർന്ന് ഉച്ചത്തിൽ ഒന്നലറി. മാറിലെ അമൂല്യമായ പതക്കം, എല്ലാ തരത്തിലുമുള്ള കോപ്പുകൾ, വിചിത്രങ്ങളായ കുണ്ടലങ്ങൾ, മനോഹര മാല്യങ്ങൾ, കയ്യിൽ ഉജ്ജ്വല പരികം, ഇങ്ങനെ നികുംബൻ അപ്പോൾ ഏറ്റവും അധികം പ്രക്ഷോഭിച്ചു. ഇടിയോടുകൂടിയ കാർക്കൊണ്ടലിലെ വാർമഴവില്ല് പോലെയാണ് അന്തരീക്ഷത്തിൽ ചുഴറ്റുന്ന പരികം തിളങ്ങിയത്. അത്യുഗ്ര ശബ്ദത്തോടെ പുകയില്ലാത്ത അഗ്നിയെപ്പോലെ
വായുമണ്ഡലത്തിൽ പരികം ജ്വലിച്ചു. കുബേരന്റെ അളകാപുരിയും ഉത്തമ ഗന്ധർവ മന്ദിരങ്ങളും നക്ഷത്രങ്ങൾ, വൻഗ്രഹങ്ങൾ, താരങ്ങൾ, ഇന്ദു തുടങ്ങിയവയോടുകൂടി നഭസ്ഥലം തന്നെ നികുംഭ പരിക ചുഴറ്റിൽ കറങ്ങിപ്പോയി. പരികായുധം കൊണ്ട് ഉജ്ജ്വലനായ നികുംഭൻ ആർക്കും ദുർജയനായി തീർന്നതുപോലെയായി. കപിസൈന്യങ്ങൾക്ക് നികുംഭാഗ്നി കത്തുന്ന കൽപ്പാഗ്നി തുല്യമായി തോന്നി. വാനരന്മാർ മാത്രമല്ല, രാക്ഷസന്മാർ കൂടി ഭയത്താൽ അനങ്ങാതായി നിലകൊണ്ടു. കപിസൈന്യത്തിന്റെ വിഷമം കണ്ട വായുപുത്രൻ ആ ഭീഷണരൂപന്റെ മുമ്പിലെത്തി. വിശാലമായ മാറിടം പരത്തിക്കൊണ്ടു തന്നെ അവന്റെ മുമ്പിൽ നിന്നു. അതിരുഷ്ടനായ ആ ശരൻ പരികത്തെ ആഞ്ഞ് ആ വക്ഷസ്ഥലത്തിൽ മയക്കി. അതുല്യ ബലവാനാണ് കുംഭകർണപുത്രൻ. എന്നാൽ കരുത്തിൽ കരുത്തനായ മാരുതിയുടെ നെഞ്ചിന്റെ കാഠിന്യം താങ്ങുവാൻ പരികത്തിന് കഴിയാതെ 100 കഷ്ണങ്ങളായി മുറിഞ്ഞു വീഴുകയാണുണ്ടായത്. 100 തീക്കൊള്ളികൾ അന്തരീക്ഷത്തിൽ നിന്ന് പതിക്കുന്നത് പോലെ പരികത്തിന്റെ ശകലങ്ങൾ മിന്നിത്തിളങ്ങി ഭൂമിയിൽ പതിച്ചു. ഭൂചലനത്തിൽ മഹാദ്രിയെപ്പോലെ നികുംഭ പ്രഹരത്താൽ ഹനുമാൻ പതുക്കെ ഒന്ന് ചലിച്ചു. പവനാത്മജന്റെ വലതു കൈ വിരലുകൾ കൂട്ടി കണക്കാക്കുവാൻ കഴിയാത്ത ആ ശക്തൻ നികുംഭന്റെ മാറിൽ ഒന്ന് ഇടിച്ചു. അവന്റെ പോർച്ചട്ട പൊളിഞ്ഞ് ചെഞ്ചോര ഒഴുകി. മാരുത തുല്യനായ മാരുതിയുടെ മുഷ്ടിപാദത്താൽ ചട്ടയിൽ നിന്ന് തീ ആളി. കാർകൊണ്ടലിലെ മിന്നൽ പിണർ പോലെ ആ കരിങ്കൂറ്റിന്റെ ദേഹം തിളങ്ങി. അവൻ നിന്ന നിൽപ്പിൽ തന്നെ ഒന്ന് വിറച്ചു. അല്പസമയം കൊണ്ട് വീണ്ടും ആശ്വസിച്ച് പൂർവ്വ ശക്തിയുക്തനായി തീർന്നു. കുംഭകർണാത്മജൻ കെൽപ്പേറുന്ന വായുസുതനെ എടുത്ത് ആകാശത്തിലേക്ക് ഉയരാൻ ഭാവിച്ചു. ലങ്കാനിവാസികളായ രാക്ഷസന്മാർ എല്ലാവരും കൂവിയാർത്തു. അല്പനേരം അനങ്ങാതെയിരുന്ന ആഞ്ജനേയൻ അസുരവരൻ കുറച്ച് ഉയരത്തിലെത്തിയപ്പോൾ വജ്രതുല്യമായ മുഷ്ടി കൊണ്ട് ആഞ്ഞൊരടി. തളർന്ന അസുരന്റെ കൈ അയഞ്ഞു. കപീന്ദ്രൻ നിലത്തേക്ക് ചാടി. നികുംഭനെ അടിച്ച് പഞ്ഞി പോലെയാക്കി നിലത്തിട്ട് വലിച്ചരച്ച് അതിശക്തിയിൽ അവന്റെ നെഞ്ചിലേക്ക് ചാടിക്കേറി 2 കൈ കൊണ്ടും പെരുന്തല പിടിച്ചൊന്ന് തിരിച്ചു. അത്യുച്ചത്തിൽ ആർക്കുന്ന അവന്റെ ശിരസ് ശ്രീ ഹനുമാൻ വലിച്ച് ദൂരെ എറിഞ്ഞു. ഇങ്ങനെ നികുംഭനെ വിചിത്രമായി നിഗ്രഹിച്ച ഹനുമാൻ യുദ്ധകലി കൊണ്ടവനെ പോലെ അത്യധികം ചൊടിച്ച് ഭയങ്കരമായി അടർത്തുടങ്ങി. മഹാരാജ ദശരഥാത്മജന്മാരും രാക്ഷസേശ്വരപുത്രന്മാരും തമ്മിൽ ഘോരരണമാണ് പിന്നീട് തുടങ്ങിയത്. നികുംഭൻ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ ആനന്ദതുന്ദലിതരായ മർക്കട സമൂഹം ആർത്ത ശബ്ദം ദിഗന്ധങ്ങളിൽ തട്ടി മാറ്റൊലി കൊണ്ടു. വിഹായസ് പിളർന്ന പോലെയായി. മഹീതലം ആകെയൊന്നു ഉലഞ്ഞു. അരക്കപ്പടകൾ അത്യധികം ഭയഖിന്നരായി തീർന്നു. കുംഭകർണപുത്രന്മാരായ കുംഭനും നികുംഭനും വാനരേന്ദ്രന്മാരാൽ ഹതരായ വാർത്ത രാക്ഷസേശ്വരൻ കേട്ടു. കോപം കൊണ്ട് ആപാതചൂടം അഗ്നിയെപ്പോലെ ജ്വലിച്ചു. കോപവും വ്യസനവും ഒന്നിച്ച വേലിയേറ്റം പോലെ വർദ്ധിച്ചു. വിശാലലോചനനായ മകരാക്ഷനെ കരന്റെ പുത്രനെ വിളിച്ച് ഉഗ്രസ്വരത്തിൽ, മകനെ മകരാക്ഷ, ഞാൻ അനുജ്ഞ തരുന്നു. സൈന്യങ്ങളോടുകൂടി നീ പോകൂ. ആ കാടന്മാരായ കുരങ്ങന്മാരെയും രാമലക്ഷ്മണന്മാരെയും നിഗ്രഹിച്ചു വരൂ. വീരമാനിയായ ഖരപുത്രന്റെ വലിയച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ച് നിർഭയനായ യുദ്ധത്തിന് പോകാൻ ഒരുങ്ങി. രാക്ഷസേശ്വരനെ വലത്തു വെച്ച് നമസ്കരിച്ചു. ഉത്തുംഗമായ വെൺമാളികയിൽ നിന്ന് രാജനിർദ്ദേശപ്രകാരം പുറപ്പെട്ടു. സമീപത്തു നിൽക്കുന്ന സൈന്യാധ്യക്ഷനെ വിളിച്ച് കരാത്മജൻ വേഗത്തിൽ തേര് വരുത്തൂ, പടകളെ ഒരുക്കൂട്ടു എന്ന് കൽപ്പിച്ചു. ശേഷം ചെയ്ത നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.